നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ സ്നേഹം ആകർഷിക്കാനുള്ള 7 വഴികൾ. സ്നേഹവും സന്തോഷവും പിന്തുടരുന്നതിനു പകരം അത് ആകർഷിക്കാത്തത് എന്തുകൊണ്ട്? നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ സ്നേഹം ആകർഷിക്കുന്നതിനുള്ള 7 വഴികൾ ഇതാ. സ്നേഹം എങ്ങനെ നൽകാമെന്നും അതെങ്ങനെ ജീവിതത്തിലേക്ക് വരണമെന്നും പഠിക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോറി ഷിവാർട്സ്. പ്രണയത്തിൻ്റെ പിന്തുടരൽ ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. പക്ഷേ ഇത് ഭയാനകമായ ഒരു അവസ്ഥയൊന്നും അല്ല. എല്ലാവർക്കും പ്രപഞ്ചത്തിൽ നിന്ന് സ്നേഹം ലഭിക്കാൻ അർഹതയുണ്ട്. നിങ്ങൾ കുറച്ച് സമയത്തേക്ക് വെറുതെ ഇരുന്ന് അതിനായി കാത്തിരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട്. സ്നേഹവും സന്തോഷവും പിന്തുടരുന്നതിനു പകരം അതിനെ ആകർഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ സ്നേഹം ആകർഷിക്കുന്നതിനുള്ള കുറച്ച് വഴികൾ ഇതാ. ഏതു തരത്തിലുള്ള ബന്ധമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നതിൽ വ്യക്തത ഉണ്ടായിരിക്കണം. സ്നേഹം പല രൂപത്തിലും വരുന്നു. അത് റൊമാൻറ്റിക്, പ്ലാറ്റോണിക് അല്ലെങ്കിൽ ഫിലിയൽ ആയിരിക്കാം. നിങ്ങൾക്ക് അത് പിന്തുടരേണ്ടതിൻ്റെ ആവശ്യകത തോന്നുന്നത് പോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ നിമിഷത്തിൽ ആവശ്യമുള്ളത് ബോധ്യമുണ്ടെന്ന് ഉറപ്പാക്കുക. മിക്ക ആളുകളും പ്രണയത്തിൻ്റെ പിന്നാലെ ഓടി കെണിയിൽ വീഴുന്നുവെന്ന് നിങ്ങൾ കാണുന്നില്ലേ? അത് പിന്നീട് അവരുടെ ക്ഷേമത്തിനും എന്തിന് ജീവിതത്തിൽ പോലും ദോഷകരമായി മാറുന്നു. നിങ്ങൾ പുതിയ സ്നേഹം ആഗ്രഹിക്കുന്നു കാരണം നിങ്ങൾ സമയബന്ധിതമായി അവശേഷിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് കാണാതായ പോലെ നിങ്ങൾ കരുതുന്നു. എന്നാൽ നിങ്ങളത് പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. പുതിയ സ്നേഹം ആകർഷിക്കാൻ നിങ്ങൾ സജീവമായി ശ്രമിക്കുന്നതിന് മുമ്പ് വീണ്ടും വിലയിരുത്തേണ്ടതുണ്ട്. ഇത് ചെയ്യാൻ എളുപ്പമുള്ള കാര്യമല്ല, പക്ഷേ അത് ആവശ്യമാണ്. കഠിനമായ ചോദ്യങ്ങൾ ചോദിക്കുക. ശുദ്ധമായ അഹംഭാവം കാരണം നിങ്ങൾ പുതിയ സ്നേഹം തേടുന്നുണ്ടോ? അതോ നിങ്ങളത് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രചോദനം വിലയിരുത്തുക. നിങ്ങൾ ഒടുവിൽ പിന്നോട്ട് പോകുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. സ്നേഹം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ വ്യക്തത പ്രധാനമാണ്. വൈകാരിക ചുമടുകൾ ഉപേക്ഷിച്ച് മുന്നോട്ടു പോകുക. നിങ്ങളെ സേവിക്കാത്തതിനാൽ നിങ്ങളുടെ മുൻ ബന്ധങ്ങളിലെ ഭൂതകാലത്തിൽ നിന്ന് പോകട്ടെ. പ്രതികാരത്തിനു വേണ്ടി മാത്രം പുതിയ ഒരാളെ പിന്തുടരാൻ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ അത് കൊണ്ടുവരുന്നത് ആരോഗ്യകരമായ കാഴ്ചപ്പാടല്ല. ഇതിനുള്ള മറ്റൊരു വ്യാഖ്യാനം നിങ്ങൾ സ്വയം വിനാശകരമായ ശീലങ്ങളെ ഉപേക്ഷിക്കണം എന്നതാണ്. പുതിയ പ്രണയത്തിൽ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ വൈകാരിക പ്രശ്നങ്ങൾ തീർക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മുങ്ങുന്നതായി അനുഭവപ്പെടും. നിങ്ങളുടെ ഭാവി പങ്കാളിയും അവർ അർഹിക്കുന്ന സ്നേഹത്തിന് കടപ്പെട്ടിരിക്കുന്നു എന്ന് ഓർക്കുക. നിങ്ങൾ ഇത്രയും കാലം നടത്തുന്ന വൈകാരിക ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടു പോവാൻ കഴിയൂ. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ കയ്പ് നിറയ്ക്കാതിരിക്കുക. നിങ്ങളുടെ സ്വന്തം അരക്ഷിതാവസ്ഥ സന്തുഷ്ടരായ ആളുകളുടെ ജീവിതത്തിൽ നൽകരുത്. മിക്കപ്പോഴും നിങ്ങൾ സ്വയം വേദനിക്കുകയും മറ്റുള്ളവരുടെ ബന്ധങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളുടെ ഭംഗി സ്വീകരിച്ച് പ്രണയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണയെ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുക. അത് എങ്ങനെ തോന്നിയാലും നിങ്ങൾ ഇതിനകം ജീവിതത്തിൽ പല കാര്യങ്ങളിലൂടെയും കടന്നുപോയതും അതിജീവിച്ചതും ഓർക്കുക. നിങ്ങളുടെ സ്വയം സംസാരത്തിൻ്റെ ടോൺ നിരീക്ഷിക്കുക. നിങ്ങൾ ഈയിടെ നിങ്ങളുമായി വിമർശനാത്മകമായിരുന്നോ? എങ്കിൽ നിർത്തി നിങ്ങളുടെ ആന്തരിക ശബ്ദത്തിലേക്ക് മാറാൻ ശ്രമിക്കുക. നിങ്ങളുടെ സംശയങ്ങളെക്കുറിച്ച് സ്വയം ബോധ്യപ്പെടട്ടെ. സ്വയം സംസാരിക്കുന്നത് നിർണായകമാണ്. ഇത് ഒരു ലളിതമായ മാറ്റം മാത്രമാണെങ്കിലും നിങ്ങളുടെ മാനസികാവസ്ഥയിൽ നിങ്ങൾ വളരെയധികം മെച്ചപ്പെടുത്തൽ കാണും. സ്നേഹപൂർവമായ വൈബുകളുടെ ഉറവിടങ്ങളുമായി സ്വയം ചുറ്റുക. നിങ്ങളുടെ ബാഹ്യജീവിതവുമായി നിങ്ങൾ കൂടുതൽ തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ആന്തരിക ജീവിതം മെച്ചപ്പെടും. റീറ്റെയിൽ തെറാപ്പിയെ ന്യായീകരിക്കാനുള്ള ഒരു മാർഗമല്ല ഇത്.
പകരം നിങ്ങൾ ചെയ്യുന്ന വസ്തുക്കളുമായി കൂടുതൽ അടുപ്പമാകും. ഉദാഹരണത്തിന്, നിങ്ങളുടെ പ്രിയപ്പെട്ട പുസ്തകങ്ങളുടെ ഒരു സ്വകാര്യ ലൈബ്രറി ഉള്ളത് നിങ്ങളൊരു വായനക്കാരനാണെങ്കിൽ എല്ലായ്പ്പോഴും നിങ്ങളെ സന്തോഷിപ്പിക്കും. നിങ്ങൾ അർഹിക്കുന്ന സ്നേഹം സ്വയം കാണിക്കുക. നിങ്ങളുടെ സ്വന്തം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ് പുതിയ പ്രണയ ഇടപാടുകൾ ആകർഷിക്കുന്നതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ കപ്പ് നിറയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്വന്തം കപ്പ് നിറയ്ക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഒന്നും അവശേഷിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊന്നും നൽകുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല.